സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഡാറ്റ ചോർച്ച ആരോപിച്ചുള്ള ഹർജിയിൽ മുഖ്യമന്ത്രിക്ക് സന്ദേശം അയക്കാമെന്ന് സർക്കാർ സത്യവാങ്മൂലം നൽകി. കേസ് ഹൈക്കോടതി തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ OSD വ്യക്തിവിവരങ്ങൾ ആവശ്യപ്പെട്ട് വിവിധ വകുപ്പുകൾക്ക് അയച്ച 2 കത്തുകൾ ഹർജിക്കാർ കോടതിയിൽ ഇന്ന് ഹാജരാക്കിയിട്ടുമുണ്ട്. ബിനിലാണുള്ളത്. ബിനിൽ, സർക്കാരിന്റെ ഇതുൾപ്പെടെയുള്ള വിശദീകരണം എങ്ങനെയാണ്? രതീഷ, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്നത് സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നു എന്നതാണ്. ഡാറ്റ ചോർച്ച ആരോപണം സർക്കാർ തള്ളുകയാണ്. ഒരു തരത്തിലുമുള്ള വ്യക്തി വിവരങ്ങൾ പുറത്തു പോയിട്ടില്ല എന്നാണ് സർക്കാർ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ജീവനക്കാരുമായി സംവദിക്കാൻ അവകാശമുണ്ട് എന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി കേവലം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ മാത്രമല്ല, അദ്ദേഹം ഭരണഘടനാപരമായ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി മാത്രം കാണാൻ കഴിയില്ല. അദ്ദേഹത്തിന് തൻ്റെ ജീവനക്കാരുമായി സംവദിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശമാണ് വിനിയോഗിച്ചിരിക്കുന്നത്. ഇവിടെ സർവീസ് സംബന്ധമായ കാര്യങ്ങൾ മാത്രമാണ് ആ ജീവനക്കാർക്ക് അയച്ച സന്ദേശത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു. അതല്ലാതെ മറ്റ് രാഷ്ട്രീയ പ്രചാരണങ്ങൾ ഒന്നും തന്നെ മുഖ്യമന്ത്രി നടത്തിയിട്ടില്ല എന്നാണ് സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോടതി ചോദിച്ചത് ആരാണ് ഈ സന്ദേശം അയച്ചത് എന്നതായിരുന്നു. അതിനുള്ള മറുപടിയും ഈ സത്യവാങ്മൂലത്തിൽ സർക്കാർ നൽകിയിരിക്കുന്നു. സന്ദേശം അയച്ചിരിക്കുന്നത് IT മിഷനാണ്, മറ്റാരുമല്ല ഈ സന്ദേശം അയച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ഈ ഡാറ്റ ശേഖരിച്ചിട്ടില്ല എന്നതാണ് ഇപ്പോൾ സർക്കാർ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയുന്ന ഒരു കാര്യം, ഈ ഡാറ്റ സൂക്ഷിക്കുന്നത് IT മിഷൻ തന്നെയാണ്. അവർ തന്നെയാണ് ഈ ഡാറ്റ കൈകാര്യം ചെയ്തിരിക്കുന്നത്, അല്ലാതെ മുഖ്യമന്ത്രി അല്ല എന്ന കാര്യമാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. IT മിഷൻ വികസിപ്പിച്ചെടുത്ത പ്ലാറ്റ്ഫോമിൽ നിന്നാണ് IT മിഷൻ തന്നെയാണ് വാട്സപ്പ് അക്കൗണ്ട് ഉണ്ടാക്കി ആ സന്ദേശം അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനുവേണ്ടി IT മിഷൻ ഒരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തു എന്നാണ് സർക്കാർ ഇപ്പോൾ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതായത് മറ്റ് സ്വകാര്യ ഏജൻസികളുടെയോ PR ഏജൻസികളുടെയോ ഒന്നും തന്നെ പങ്കാളിത്തം ഇതിലില്ല എന്നതാണ് സർക്കാർ ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കേസ് തിങ്കളാഴ്ചത്തേക്ക് ഹൈക്കോടതി മാറ്റിവെച്ചിരിക്കുകയാണ്. തിങ്കളാഴ്ചയായിരിക്കും ഇതിൽ ഇനി വിശദമായ വാദം. തിങ്കളാഴ്ച വളരെ പ്രധാനമാണ്. വിശദമായ വാദം തിങ്കളാഴ്ച ഉണ്ടാകും. തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെക്കുന്നു. സർക്കാർ സത്യവാങ്മൂലം നൽകുകയാണ്.